ഇത്ര താമസിച്ചത്? സോറി ശാന്തി, ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു. അച്ഛൻ ലീവിന് വന്നിട്ടുണ്ട്. കല്യാണക്കാര്യം ഞാൻ സമ്മതിപ്പിച്ചു. അച്ഛനെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നും നാളെയും ബിസിയാണ്. മറ്റന്നാൾ കാണാം. എനിക്ക് ധൃതിയായി. എന്നും ഇന്ന് പ്രേമിച്ച് നടന്നാൽ മതിയോ? മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ബൈ. ഇന്നെന്താ 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നേ? കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത്. ആ കണക്കിന് കാലണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റ് മുതലാളി? എന്റെ പണി എന്തെങ്കിലും കുഴപ്പമുണ്ടെ പറ. തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. ആടോ കൈമളെ, ആ കേൾവി 29-14 പണി തീർന്നു? ഇല്ല, ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ. ചെല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി റെഡിയായി. ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കും. താങ്ക് യു. ക്ഷേത്രക്കടവ് ജംഗ്ഷൻ വരെ പോവും. ആരെങ്കിലും ഉണ്ടോ? ബസ് ചാർജ് എന്ന് വെച്ചാൽ മതി. നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അടുത്തിരിക്കെ ആ ഡോർ നടച്ചേക്കണേ. ദുരിതത്തിലാണല്ലോ കുടവച്ച് കുത്തുന്നത്. ഈ തള്ളകളെ പിന്നെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? ഒന്ന് നീങ്ങിയിരുന്നത്. വണ്ടി റെഡി. മോള് കാറിനടുത്തേക്ക് ചെല്ലേ. അച്ഛൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണോടോ തന്റെ ബോർഡ് മീറ്റിംഗ്? ഇത്രയും കാലം ബിസിനസ്സുകാരും തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു. നമസ്കാരം. വണ്ടിക്ക് ബ്രേക്ക് അല്പം കുറവാ. ചെക്കപ്പ് ചെയ്ത് വൈകിട്ട് തന്നെ കിട്ടണം. ശരി. പിന്നെ വണ്ടിയില്ല, ബന്ധാണ്. സാറെങ്ങനെ പോവും? കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് വരാം. ഓ കേവളെ, ഇതിന്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഓടിച്ചു നോക്കട്ടെ. വെള്ളയമ്പലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബസ്സൊന്നുമില്ല. ഡബിൾ ചാർജ് എന്നാ മതി. സാറ് വരുന്നു. ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കേറ്. പൈസ എടുത്തേക്കണം എല്ലാവരും.
ഇതെടുക്കൂ. രാജൻ സാറേ വേഗം പോണം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? അപ്പം നിന്നാ പോരാ, കുഴി കാണണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ആ സ്വന്തമാ. താൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തോ? താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോന്ന് താനാണോ അറിയേണ്ടത്? വണ്ടി വർഷാപ്പിൽ വിട്. ഇന്ന് തന്നെ തന്നെ പണി ഞാൻ തീർത്തരാം. എന്റെ പൊന്ന് സാറേ, എന്നോട് ക്ഷമിക്കണം. ഒരബദ്ധം പറ്റിപ്പോയതാ. 3 പിള്ളേർ, ഒരു ഭാര്യ എനിക്കുള്ളതാ. എന്നെ ചതിക്കരുത്. ഇനി ഈ വൃത്തിയോട് ഞാൻ ചെയ്യത്തില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാ. ഇവനെയാ എനിക്കിപ്പോൾ ആവശ്യം. തീർച്ചയാണോ? തീർച്ച. ശരി, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. പക്ഷെ താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചെയ്തിരുന്നു സാറേ? എന്നെ രക്ഷിക്കണേ. ഇതാണ് അഡ്രസ്. ആളിന്റെ പേര് രാമൻ മേനോൻ, മകളുടെ പേര് ശോഭ. പുള്ളി ദയാനന്ദ സ്വാമി തിരുവടികളുടെ പ്രിയഭക്തരാണ്. സ്വാമികൾ 6 മാസം കൂടുമ്പം ഒരിക്കലേ അവിടെ ചെല്ലാറുള്ളൂ. താൻ സ്വാമികളുടെ ശിഷ്യനായി അവിടെ ചെല്ലണം. റേറ്റ് കൂടും, അകത്താകുന്ന കേസാ. വേണ്ടത് ഞാൻ തരാം. താൻ രാമൻ മേനോനോട് അയാളുടെ മകളുടെ ഭാവി ഭർത്താവിനെ കുറിച്ച് അടിച്ചു പൊക്കി പറയണം. എന്നിട്ട് ആ ആളെ മറ്റന്നാൾ രാവിലെ 6 മണിക്ക് ആനപ്പാറയ്ക്ക് മുകളിൽ മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ചു നിൽക്കുന്നത് കാണാമെന്നും പറയണം. ഇതാ. മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും. അതെ, മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും. മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും. ഞാൻ നാരായണ 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 രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ. നമസ്കാരം. ഹരേ രാമ. ആരാണാവോ? ഇങ്ങോട്ട് ഇരിക്കാം. രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ ഹരേ. ദയാനന്ദ സ്വാമി തിരുവടികളുടെ വടിയാൻ. വടിയും? അല്ല, അടിയനാണ് ഞാൻ, ശിഷ്യൻ. ആഗമനോദ്ദേശം? ദുരുദ്ദേശം. ഗുരോപദേശം. അതായത് ഗുരു താങ്കൾക്ക് ഒരു ഉപദേശം തന്നയച്ചിരിക്കുന്നു. എന്താണാവോ? താങ്കളുടെ ഭാവി മരുമകനെ ഗുരു ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരിക്കുന്നു. അതെയോ? നാളെ കാലത്ത് കുളിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ആനപ്പാറയുടെ മുകളിലെത്തിയ അവിടെ ഇളം നീല ഷർട്ടും പാൻസും ധരിച്ച ഒരാളെ കാണും. അതാദ്യം ഓർക്കുക. ഇളം നീല ഷർട്ടും ഇളം നീല പാൻസും. ഏത് നിമിഷവും കേരള മുഖ്യമന്ത്രി വരെയാകാൻ സാധ്യതയുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആ മഹാലക്ഷ്മിയെ പുറങ്കൈ കൊണ്ട് തട്ടിക്കളയുന്നത് പോലെയാ. ബാക്കിയെല്ലാം ഞാൻ മകളുമായിട്ട് ആലോചിച്ചോളാം. ഹരേ രാമ ഹരേ കൃഷ്ണ, രാമ രാമ ഹരേ. പ്രേം, നിനക്കൊരു കാര്യം കേൾക്കണം. പറയാതെ തന്നെ അറിയാം. ഒരു പെണ്ണിന്റെ കാര്യമല്ലേ? അതല്ല, പിന്നെ പനിനീർ പൂ പോലത്തെ ഒരു പെണ്ണ്. ദാ, ദാ, അവൾ ചിരിക്കുമ്പോൾ 1000 വെള്ളി നക്ഷത്രങ്ങൾ ചിതറും. അവളുടെ കണ്ണുകളിലെ മാന്ത്രിക ശക്തി ആരെ ആകർഷിക്കും? അയ്യോ, വല്ല മാജിക് കാര്യമായിരിക്കും. വശക്കേടാവരുത്. അവള് നിന്നെ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആക്കിയിട്ടങ്ങ് പോകും. പിന്നെ ബാവം തന്നെ ഇവിടെയൊക്കെ നടക്കാം. ഒന്ന് പോടാ. 100% നോൺ റൊമാൻറ്റിക് ആണ് നീ. എന്റെ സ്വപ്നത്തിലെ നായികയെ ഞാൻ കണ്ടുമുട്ടി. മൈ ഡ്രീം ഗേൾ, മൈ സ്വീറ്റ് ഹാർട്ട്. അതേടാ, ഇപ്പോ എനിക്കൊരു ഉണർവുണ്ട്. ജീവിതത്തിന് എന്നെ ഒരർത്ഥം വന്നു എന്ന തോന്നൽ. അവളെ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. നിന്റെ ഈ പാട്ട് പെമ്പിള്ളാരെ മയക്കുന്ന ഏർപ്പാടാ. ഒന്നാമത് അവൾ ഇതുവരെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് ഏതായാലും ഒന്ന് ആയി കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ. അവളല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇനി വരികയില്ല. പേരും നാളൊന്നും ചോദിക്കണ്ട. നിന്റെ മാനസാന്തരത്തിൽ എനിക്ക് വലിയ വിശ്വാസവും ഇല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിനി മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല.
എവിടെയോ കണ്ടൊരു മുഖപരിചയം. അമേരിക്കയിലാണ്. ഞാൻ അവിടെയും വന്നിട്ടില്ല. വേണ്ടേ? പാരീസ്, സ്വിറ്റ്സർലൻഡ്, ഈ നാട്ടിൽ വെച്ച് തന്നെയാ. വല്ല ബിസിനസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ പത്രത്തിൽ ഗവർണറുടെ കൂടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ല. ഏതായാലും നേരിട്ട് കണ്ടതിൽ സന്തോഷം. എന്റെ വീട് ഇവിടെ അടുത്താ, ഒന്ന് കേറിയിട്ട് പോവാം. ആയിക്കോട്ടെ, വീട്ടുകാരെല്ലാം പരിചയപ്പെടാം. എന്റെ പേര് 8 വീട്ടിൽ ചിട്ടി രാമമേനോ. ശോഭ ചിറ്റ് ഫണ്ട്സ് രജിസ്റ്റേഡ് എന്റെയാ. ഞാൻ വാലുപറമ്പിൽ എൻ പുരുഷോത്തമ കഴിഞ്ഞു. ഓഹോ, ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണ്. അത് ശരി, വരൂ. എടാ, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ചു എന്ന് പറഞ്ഞ പോലെ. എടാ എരപ്പേ, നിന്നെ എടുത്തോളാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്നെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കള്ളം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നല്ലേ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഇയാളുടെ ഭാര്യയും കൊല്ലം വിചാരിച്ചു വിട്ടതാ. കണ്ടോ, ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ.